നാം വളരെ ഉത്കണ്ഠയും ദുഃഖവും അമർഷവും ഒക്കെ തിങ്ങി വിങ്ങുന്ന മനസ്സുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഭീകരവാദം എത്ര നിഷ്ഠൂരമാണ്, എത്രമാത്രം ശക്തമായി നാം ഒറ്റ ശബ്ദത്തിൽ അപലപിക്കേണ്ടതാണ് എന്ന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഏപ്രിൽ 22 ഉച്ചതിരിഞ്ഞ് പഹൽഗാമിൽ നടന്ന അതിദാരുണമായ സംഭവത്തിലൂടെ നമുക്കാകെ മനസ്സിലാവുകയുണ്ടായി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എറണാകുളത്ത് നഗരത്തിൽ തന്നെ താമസിക്കുന്ന, എങ്ങനെ ദുഃഖം അടക്കണമെന്നറിയാതെ കണ്ണീരൊഴുക്കുന്ന മനസ്സുമായി കഴിയുന്ന ഒരു കുടുംബത്തെ, ശ്രീ രാമചന്ദ്രന്റെ കുടുംബത്തെ സന്ദർശിച്ചിട്ടാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നലെയാണ് ഡൽഹിയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ യോഗം. മധുര പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിന് ശേഷം ചേരുന്ന ആദ്യത്തെ PB യോഗം വൈകുന്നേരം പൂർത്തിയായി. ആദ്യം ആശ്രയിക്കാവുന്ന യാത്രാമാർഗം ഉപയോഗിച്ച് ഇന്ന് രാവിലെ ശ്രീ രാമചന്ദ്രന്റെ ദുഃഖതപ്തമായ കുടുംബത്തിൽ അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അവിടെ ഏതാണ്ട് നിലയ്ക്കാത്ത സന്ദർശക പ്രവാഹമാണ്, അനുശോചനവും ദുഃഖവും അറിയിക്കാൻ വേണ്ടി. ജീവിതത്തിന്റെ എല്ലാ തുറയിലും പെട്ടവർ അവിടെ വരുന്നുണ്ട്. കുറേയധികം നേരം അവരുമായി രാമചന്ദ്രന്റെ പ്രിയഭക്തി വിധവ എന്ന് സാധാരണ പറയും, അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രിയ സഹോദരി ഷീല, രാമചന്ദ്രന്റെയും ഷീലയുടെയും മകൾ ആരതി, സ്വന്തം അച്ഛൻ വെടിയേറ്റ് വീഴുന്നത് നിസ്സഹായയായി നോക്കിക്കൊണ്ട് നിൽക്കാൻ നിർബന്ധിക്കപ്പെട്ട സഹോദരി. ആരതിയുടെ 2 മക്കൾ, ഇരട്ടക്കുട്ടികൾ, ഒരുമിച്ച് പിറന്നവർ, 8 വയസ്സുള്ളവർ. എന്റെ ആദ്യത്തെ പേരക്കുട്ടിയുടെ പ്രായമാണ്. അവർ 2 പേരും ഉണ്ടായിരുന്നു. അവരിൽ ഒരു കുട്ടിയുമായി കുറച്ചധികം സമയം ഞാൻ സംസാരിച്ചു. ഈ മഹാദുരന്തത്തിന്റെ മാനസിക ആഘാതത്തിൽ നിന്ന് ആ കൊച്ചുകുട്ടിയുമായി കുറെ നേരം സംസാരിച്ച് ആ കുട്ടിയെയും ആ കുടുംബത്തെയും കുറച്ച് മോചിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നുകൂടി കരുതിയാണ്. ഫുട്ബോൾ കളികൾ കാണുകയും ഫുട്ബോൾ കളിക്കാരിൽ, ലോകതലത്തിലുള്ള ഫുട്ബോൾ കളിക്കാരിൽ താല്പര്യം പുലർത്തുകയൊക്കെ ചെയ്ത ആ 8 വയസ്സുകാരനോട് ഏത് ഫുട്ബോൾ കളിക്കാരനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്ന ഫുട്ബോൾ കളിക്കാരുടെയൊക്കെ പേര് ആ കുട്ടിയുടെ മുമ്പിൽ നിരത്തി വെച്ചു. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം സംസാരിക്കാൻ പറ്റുന്ന ഒരു കളിക്കൂട്ടുകാരനെ കിട്ടി എന്നുള്ള മട്ടിൽ ഞങ്ങൾ കുറെ നേരം അവിടെ സംസാരിച്ചിരുന്നു. ആ കുട്ടിയുടെ അച്ഛന്റെയും അമ്മ ആരതിയുടെയും അമ്മുമ്മ ഷീലയുടെയും അമ്മാവൻ അരവിന്ദിന്റെയും ഒക്കെ ഒപ്പം ജില്ലാ സെക്രട്ടറി സഖാവ് സതീഷും ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള കുടുംബങ്ങൾ പുൽവാമ സംഭവത്തെ തുടർന്ന് നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്.
ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിൽ നിന്ന് വന്ന വിനോദസഞ്ചാര സംഘത്തിൽപ്പെട്ട ഒരാളും ഇത്തരത്തിൽ വധിക്കപ്പെട്ടു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വാർത്ത അതെത്രത്തോളം സ്ഥിരീകരിക്കാവുന്നതാണെന്ന് അറിഞ്ഞുകൂടാ. പുൽവാമയിൽ ഈ ആക്രമണം നടത്തിയ ഹൃദയശൂന്യരായ അക്രമി സംഘം, ഭീകര സംഘം, അവർ ഇന്ത്യ വിട്ട് പാക് അധിനിവേശ പ്രദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടാവും എന്ന ഒരു വിവരമാണ് ഇന്റലിജൻസ് ബ്യൂറോയുടേതായി ചില മാധ്യമങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർദോഷികളായ ഒരു കൂട്ടം മനുഷ്യരെ കൊന്നുവീഴ്ത്തുവാൻ ഭീകരവാദികൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, സാധാരണ ഇത്തരത്തിലുള്ള പല ഭീകരവാദ കൃത്യങ്ങളും സമീപകാലത്ത് ഭീകരവാദികൾ ആത്മഹത്യാ സംഘങ്ങളായി വന്നാണ് ഭീകരവാദ കർമ്മം നിർവഹിക്കാറുള്ളത്. തങ്ങളും വകവരുത്തപ്പെട്ടേക്കാം, എന്നാലും ഈ കുറ്റകൃത്യം ചെയ്യണമെന്ന് മട്ടിൽ വന്നാണ് ചെയ്യുന്നതെങ്കിൽ വളരെ വളരെ സുരക്ഷാ പ്രശ്നങ്ങളുള്ള ജമ്മു കാശ്മീരിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ അവിടെ ഉമർ അബ്ദുള്ളയുടെ ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ കേന്ദ്ര ഭരണ പ്രദേശമാണ് അതിപ്പോഴും. പോലീസും പട്ടാളവുമാണ് അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന പോലീസും പട്ടാളവും എല്ലാം ഒരു കേന്ദ്ര ഭരണ പ്രദേശമായതുകൊണ്ട് കേന്ദ്രത്തിന്റെ, ഡൽഹിയുടെ, മോഡിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിയന്ത്രണത്തിലുള്ള സുരക്ഷാ വിഭാഗങ്ങളാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോഴുള്ളത്. അവർ ഹീനമായ കുറ്റകൃത്യം, ചോരക്കുരുതി അത് നടത്തിയിട്ട് ഇപ്പോൾ കിട്ടിയിടത്തോളം വിവരങ്ങൾ വെച്ച് ഇപ്പൊ എത്ര ദിവസമായി? ഏപ്രിൽ 22-നാണ് ഇത് സംഭവിച്ചത്. ഇത് മെയ് മാസം 4-ാം തീയതിയാണ്. ഇത്രയും നാളുകളിൽ അവരൊരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വിഭാഗം, രഹസ്യാന്വേഷണ വിഭാഗം, പോലീസ്, അതിർത്തി രക്ഷാ സേന, പട്ടാളം, ഇവരുടെ എല്ലാം ശ്രമങ്ങൾ ഇപ്പോൾ വിജയിച്ചില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, അതെല്ലാം ഈ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഒരുമ്പെടുന്നില്ല. പക്ഷെ സംശയരഹിതമായി നമ്മുടെ മുമ്പിൽ നമ്മളിൽ അമർഷവും ദുഃഖവും മറ്റു പല വികാരങ്ങളും കുറച്ചൊക്കെ അപമാനബോധവും സൃഷ്ടിച്ചുകൊണ്ട് ഈ നിഷ്ഠൂരമായ കുറ്റകൃത്യം നിർവഹിച്ച് ഈ ഭീകരർ ഇനിയും പിടിക്കപ്പെടാതെ അവശേഷിക്കുന്നു. അതല്ലെങ്കിൽ പിടിക്കാൻ തൽക്കാലം കഴിയാത്ത വിധം ഇന്ത്യൻ നിയന്ത്രണ മേഖല വിട്ട് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്ന് യഥാർത്ഥത്തിൽ നിയന്ത്രണ രേഖകൾ വിട്ട് ഇന്ത്യയുടെ അതിർത്തി വിട്ട് പോയിരിക്കുന്നു എന്ന് കരുതണം. ഇതിലെത്രത്തോളം സുരക്ഷാ വീഴ്ചയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരിക്കൽ ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിത് ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിദേശ ശക്തികൾക്കടക്കം പങ്കുണ്ട് എന്ന് സാഹചര്യ തെളിവുകൾ കൊണ്ട് ഉറപ്പിച്ച് കരുതേണ്ട ഒരാക്രമണം, അത് ഈ വധിക്കപ്പെട്ടവർ എന്തെങ്കിലും അപരാധം ചെയ്തത് കൊണ്ടല്ല. ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പിളർപ്പുണ്ടാക്കണം, ഇന്ത്യൻ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കണം
എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു കൂട്ടം ഭീകരവാദികൾ നടത്തിയ ആക്രമണമാണ്. അതിന് തെളിവ് ഇതിനൊക്കെ വന്നിട്ടുണ്ട്. ആളുകളെ ഏത് മതത്തിൽപ്പെട്ടവരാന്ന് ചോദിച്ച് കണ്ടുപിടിച്ച് ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് പരിശോധിക്കാനുള്ള ഈ ഭീകരവാദികൾ അവരുടെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്.